ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ സർക്കാർ പ്രഖ്യാപിച്ച സിനിമാ കോൺക്ലേവിന്റെ നയരൂപീകരണ സമിതിയിൽ നിന്ന് നടനും MLA-യുമായ മുകേഷിനെ പുറത്താക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ വന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ മുകേഷും കുറ്റാരോപിതനാണ്. മുകേഷിനെ പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുകേഷിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയത്. മുകേഷിന് പകരം മറ്റാരെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഫെഫ്ക അധ്യക്ഷനും സംവിധായകനുമായ വി ഉണ്ണികൃഷ്ണനെ സമിതിയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഈ വർഷം നവംബർ 2ാം വാരത്തിന് ശേഷമാണ് സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിലായിരിക്കും ഇതിന്റെ വേദി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുണിനാണ് നടത്തിപ്പ് ചുമതല. സംസ്ഥാനത്ത് സമഗ്രമായ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ മുന്നോടിയായി സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരെ ഉൾപ്പെടുത്തിയുള്ള വിപുലമായ കോൺക്ലേവാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഭാവി സിനിമാ നയത്തിന് കോൺക്ലേവ് അനിവാര്യമെന്നാണ് സർക്കാർ പറയുന്നത്. അതേസമയം സിനിമാ കോൺക്ലേവിൽ സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തിയാണോ കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്ന ചോദ്യം മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരുടെ സംഘടനയായ WCCയും ഉന്നയിച്ചിട്ടുണ്ട്. 350ഓളം പേർ കോൺക്ലേവിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരമാവധി 5 ദിവസം വരെ നീളുന്ന ഷെഡ്യൂളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. സിനിമാ ലൊക്കേഷനിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പരാതിയിൽ മുകേഷിനെതിരെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊച്ചി മരട് സ്റ്റേഷനിലും വടക്കാഞ്ചേരി സ്റ്റേഷനിലുമാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ IPC 354 പ്രകാരവും വടക്കാഞ്ചേരിയിൽ IPC 354, 294 B വകുപ്പുകൾ പ്രകാരവുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസുകളെല്ലാം സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുക. 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത്. മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും CPM-ഉം സർക്കാരും ഇക്കാര്യം പരിഗണിച്ചിരുന്നില്ല. അതേസമയം സിനിമാ നടിയുടെ ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന നടൻ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPI ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുകേഷ് രാജിവെക്കാനായി ബിനോയ് വിശ്വം കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മുകേഷ് രാജിവെക്കുന്നതാണ് ഉചിതം എന്ന പാർട്ടിയുടെ നിലപാട് മുഖ്യമന്ത്രിയെ ബിനോയ് വിശ്വം നേരിട്ട് അറിയിക്കുകയായിരുന്നു. സംസ്ഥാന നിർവാഹക സമിതിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടത്. നേരത്തെ ആനി രാജ മുകേഷ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം അത്ര കടുപ്പിച്ച നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ വ്യാഴാഴ്ച ചേർന്ന CPI നിർവാഹക സമിതിയിൽ ഭിന്നത ഉണ്ടായിരുന്നുവെങ്കിലും മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന നിലപാടാണ് പൊതു തീരുമാനമായി വന്നത്.